യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് ക്രിസ്തുവാക്യം. ക്രിസ്തു അത് പറയുക മാത്രമല്ല, ജീവിതം കൊണ്ട് കാട്ടിത്തന്നവൻ കൂടിയാണ്. അവൻ പറഞ്ഞതൊക്കെയും നിറവേറ്റിയിട്ട് തന്നെയാണ് കടന്നുപോയത്. ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറുള്ള നല്ല ഇടയൻ്റെ ഉപമയ ക്രിസ്തു നമ്മുടെ മുൻപിൽ വയ്ക്കുക. തൻ്റെ ജീവിതം കൊണ്ട് താനൊരു നല്ലിടയനാണെന്ന് ക്രിസ്തു കാട്ടിത്തരുകയും ചെയ്തു. തൻ്റെ ആടുകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടാണ് അവൻ കടന്നുപോയത്. പക്ഷേ ഒരു നല്ല ഇടയനാവാൻ തയ്യാറാകുമ്പോൾ മരണത്തിനപ്പുറം കാത്തിരിക്കുന്ന ഒരു ഉത്ഥാനം കൂടിയുണ്ടെന്ന പ്രതീക്ഷയും ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ വിളിയും ഒരു നല്ലിടയനാകാനാണ് എന്ന് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ്ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശു നന്ദി, യേശു സ്തുതി. എൻ്റെ പേര് ജിസ്മി, സ്ഥലം കട്ടിച്ചിറ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2016 MOH പാസ്സായി, പ്രോമെട്രിക് എക്സാമും പാസ്സായി ഞാൻ സൗദിയിൽ പോയി. സൗദിയിൽ ചെന്നപ്പോൾ എനിക്ക് സൗദി ലൈസൻസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ആ കാർഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരും. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് സൗദി കൗൺസിൽ കാർഡ് കിട്ടി. എനിക്ക് ജോലിയിൽ തുടരാൻ സാധിച്ചു. യേശുവെ നന്ദി, യേശു സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഷേമ ഇസ്രായേൽ എന്ന വചന പരമ്പരയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനോഹരമായൊരു സന്ദേശം നമ്മളോട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളേവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വചനം വളരെ വളരെ സിമ്പിളായിട്ടുള്ളത്, നമ്മൾ പലാവർത്തി കേട്ടിട്ടുള്ളൊരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വചനം. ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈശോ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നല്ല ഇടയനാണ്. രണ്ടാമത് പറയുന്നു, നല്ല ഇടയൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പിന്നെ ആദ്യ ഭാഗത്തിൽ ഈശോ നല്ല ഇടയനെ ആണെന്ന് പറഞ്ഞ് സമർത്ഥിക്കുമ്പോൾ ആ പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈശോയുടെ പ്രസംഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈശോ ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് നല്ല ഇടയൻ എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം കൂടി, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു.
ഈശോ പറഞ്ഞത് മുഴുവനും ജീവിതം കൊണ്ട് പിന്നീട് എക്സ്പ്രസ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ നല്ല ഇടയനാണെന്ന് പറഞ്ഞു മാത്രം പോവുകയല്ല ചെയ്തേ, ജീവിതം കൊണ്ട് താൻ നല്ല ഇടയൻ എങ്ങനെയായി എന്നും ഈശോ കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ, സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ ക്ഷമിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രവർത്തികളിലേക്ക് വരുമ്പോൾ ഇതൊരു എക്സ്പ്രഷൻ ഇല്ലാതെ പോവുക. അത് പലരുടെയും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളുടെ പിന്നിലുള്ള ഒരു കാരണം തന്നെ ഒരു എക്സ്പ്രഷൻ ഇല്ല, അല്ലേ? സ്നേഹിക്കുന്നുണ്ട് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, പ്രകടിപ്പിക്കണം. ഈശോ പറഞ്ഞു ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്തേ, ഈശോ താൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞത് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. തൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈശോ കാൽവരി മലയിൽ 3 ആണികളിൽ പിടഞ്ഞ് അവസാനത്തുള്ളി രക്തവും അവൻ്റെ ജീവനും വിലയായി ബലിയായി നൽകിയിട്ട് അവൻ നമ്മളെ സ്നേഹിച്ചു. സ്നേഹിച്ചു. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു മാത്രമല്ല, ഈശോ പറഞ്ഞതുപോലെ ജീവിതം കൊണ്ട് ആ പ്രവൃത്തി കൊണ്ട് പ്രകടിപ്പിച്ച് കാണിച്ചു, എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു. പല ദാമ്പത്യ ബന്ധങ്ങളുടെ അവസ്ഥ നോക്കിക്കോ. പലവരും വരുമ്പോൾ പറയാനുള്ള കാര്യമോ, അച്ഛാ പുള്ളി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാനൊന്നുമില്ല. കാരണം എക്സ്പ്രഷൻ ഇല്ലാത്തതാണോ? കാണാനൊന്നും അതിൻ്റെ ആ പറയുന്നതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇല്ല. കുറച്ച് നാളുകളായുള്ള ഒരു സഹോദരി കാരിസ്പേനിൽ വന്ന് ഞാൻ ഓർക്കുകയാണ്. ധ്യാനത്തിന് വേണ്ടി വന്നതാണ്. ഈ ധ്യാന ദിവസം ഇതാണ് ഇഷ്യൂ, ഇതാണ് ഈ ചേട്ടത്തെ നിർബന്ധിച്ചാണ് ഈ ചേട്ടനെ ധ്യാനത്തിന് കൊണ്ടുവന്നത്. ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ സഹോദരി തലയ്ക്ക് തൊയിലും തരാത്തത് കൊണ്ട് എന്നാൽ ധ്യാനത്തിന് പോന്നേക്കാം എന്ന് കരുതി ഈ സഹോദരിയുടെ ധ്യാനത്തിന് വന്ന വിഷയം ഇതാണ്. കുറച്ച് നാളുകളായിട്ട് ചേട്ടന് മറ്റെന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചേച്ചിക്കൊരു സംശയം. ഈ ചേട്ടനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ചേച്ചി വന്നിട്ടുണ്ട്. എന്നിട്ട് ചേച്ചി പറയാ, അച്ഛനൊന്ന് ചോദിച്ചേ. എന്നതാ ചോദിക്കണ്ടേ? ചേട്ടൻ ഈയിടെയായിട്ട് ആരോടാണോ ഒരു അടുപ്പം ഒന്ന് ചോദിച്ചേ. ഞാൻ ചോദിച്ചു, ഞാൻ ചോദിക്കാതെ തന്നെ ചേട്ടനത് കേട്ടുകൊണ്ടിരിക്കുമല്ലേ? ചേട്ടനത് ഞാൻ ചോദിച്ചു, വല്ല ഉത്തരം പറയാനുണ്ടോ ഈ ചേച്ചി പറയുന്നതിൽ? കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. ചേട്ടൻ പറയാം, എൻ്റെ അച്ഛോ നല്ല പ്രായത്തിൽ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെയാണ് ഈ കല്യാണം കഴിഞ്ഞ് 10-26 വർഷം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് പോലെ. വിശ്വരന അല്ലെങ്കിൽ അച്ഛൻ പറ, ഇപ്പോൾ പഴയ പോലെ ഒന്നും സ്നേഹമൊന്നുമില്ല. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകായിരുന്നു, നേരത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ പുറത്ത് കൊണ്ടുപോകായിരുന്നു, എൻ്റെ കൂടെ ഇരിക്കാൻ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനും സമയമില്ല അച്ഛോ, മുഴുവൻ സമയം ഫോണിലാണ്. 24 മണിക്കൂർ ഫോണാണ്. രാത്രി ഫോണ്, പകല് ഫോൺ, എല്ലാം ഫോണ്. ബിസിനസ് അച്ഛോ എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട ഫോൺ. ബിസിനസ് 9 മണി വരെ പോരെ അച്ഛോ, വീട്ടിൽ വരുന്ന വരെ ബിസിനസ് പോലെ. വീട്ടിൽ വന്നാലും ഫോൺ എടുത്ത് ബിസിനസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചു, ചേട്ടാ ശരിയാണോ? അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അച്ഛോ എൻ്റെ പാർട്ട്ണർ കുറച്ച് നാളത്തേക്ക് പുറത്തേക്ക് പോയേക്കുക, അതുകൊണ്ട് പാർട്ട്ണറിൻ്റെ കോള് കൂടി ഞാനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് രാവും പകലും ഒക്കെ ഇപ്പോൾ കോളാ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റും, ബിസിനസ് അല്ലേ. അപ്പോൾ പണ്ട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് കൂടാതെ ഈ സഹോദരി ഈ ചേട്ടൻ്റെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി തന്നെ ഞാനിതെല്ലാം എടുത്ത് വെച്ച് സെർച്ച് ചെയ്തു, ഇങ്ങനെ രാത്രിയൊക്കെ വരുന്ന കോളുകളെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു അവിശ്വസനീയമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരെങ്കിലും രാത്രി വിളിക്കുന്നതായിട്ട് കണ്ടോ ഇതിനകത്ത്? അല്ല. ഞാൻ ചോദിച്ചു, വല്ല സ്ത്രീകളെ വല്ലതും ചേട്ടൻ വിളിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ചേച്ചി പറഞ്ഞെന്നാണെന്നറിയാമോ? ഇപ്പം സ്ത്രീകളുടെ പേരിൽ ഫീഡ് ചെയ്യണമെന്നില്ലല്ലോ, ചേട്ടന്മാരുടെ പേരിൽ ഫീഡ് ചെയ്യത്തില്ലേ പേര്? തലക്കകത്ത് കയറിയേക്കുക. അതിന് കാരണം എന്താ? ഈ അടുത്ത നാളുകളായിട്ട് ഈ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ ഒരു കുറവ് സംഭവിച്ചു. അപ്പോൾ എക്സ്പ്രഷൻ കുറഞ്ഞപ്പോൾ ഈ സഹോദരി ചിന്തിക്കുകയാണ്, ഇപ്പം എന്നോട് പഴയ പോലെ സ്നേഹമില്ല. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതെല്ലാ ബന്ധങ്ങളിലും അങ്ങനെയാണ്. ഞാൻ പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തെ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് വചനം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലർ എൻ്റെ അച്ഛൻ എൻ്റെ ചങ്ക് നിറച്ച് സ്നേഹം, ചങ്ക് നിറച്ചിരുന്നു കാണണ്ടോ, പുറത്തു കൊണ്ടുവരണ്ടേ?
ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? അത് പ്രകടിപ്പിക്കാഞ്ഞിട്ട്. ഒരു പെങ്കൊച്ച്, അവൾ 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ, ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പനോട് അവൾ പറഞ്ഞു, എനിക്ക് അപ്പനോട് തീരാത്ത വെറുപ്പാച്ചോ, എനിക്ക് അപ്പനെ ക്ഷമിക്കാൻ പറ്റില്ല, അപ്പനെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മോളെ അപ്പനെ സ്നേഹിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? മോളുടെ ആത്മീയ ജീവിതത്തിൽ അത് ഭയങ്കര പ്രശ്നം. കാരണം ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് അപ്പനെ എങ്ങനെയെങ്കിലുമൊക്കെ സ്നേഹിക്കണം, ക്ഷമിക്കണം. ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അപ്പനോട് ക്ഷമിക്കുക, അപ്പൻ ചെയ്ത് എല്ലാത്തും ക്ഷമിക്കുക. ഈ പെങ്കൊച്ച് പറയാ, എനിക്ക് അപ്പനോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അപ്പനാണെങ്കിൽ അപ്പൻ്റെ പേരിനനുസരിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ അപ്പൻ ചെയ്യണ്ടേ? അച്ഛൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ അപ്പൻ കുടിച്ച് വീട്ടിൽ വന്ന മമ്മിയെ തല്ലും. ഞങ്ങൾക്ക് പോലും കഴിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴെയിടും. ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല, പഠിക്കാൻ പോലുള്ള അവസരം പപ്പ തന്നിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ ഈ അപ്പനെ സ്നേഹിക്കുന്നത്? അച്ഛൻ പറ. പിന്നെ ഞാനെങ്ങനെയാണ് ഈ അപ്പനെ സ്നേഹിക്കുന്നത്? അച്ഛൻ പറ. ഈ കൊച്ചു പറയുന്ന കാര്യമാണ്. കാരണം എന്താ? ഒരപ്പനാണെങ്കിൽ അപ്പൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ഞാനൊരു അപ്പനാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ കൂടി കാണണം അല്ലേ? ഒരു വികാരിയച്ഛൻ, ഉദാഹരണത്തിന് ഒരു വൈദികനെ കുറിച്ച് നമുക്കൊക്കെ ഒരു ഫ്രെയിം വർക്കുണ്ട് അല്ലേ? സമൂഹത്തിനൊരു ഫ്രെയിം വർക്കുണ്ട്. ആ ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ടാണല്ലോ സമൂഹത്തിൽ വൈദികരുടെ ചെറിയ തെറ്റുകൾ പോലും വലിയ തെറ്റുകളായിട്ട് ഇന്ന് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതിന് കാരണം എന്താ? വൈദികരെ കുറിച്ചുള്ള നല്ലൊരു ഫ്രെയിം വർക്കുണ്ട്. ഇന്നലകളിൽ സ്വർഗം സമ്മാനിച്ച ആ കൃപയോട് ചേർന്നപ്പോൾ ഒരു ഫ്രെയിം വർക്കുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ജനം മുഴുവൻ കാണുന്നത്. വിജാതീയനും സ്വജാതീയനൊക്കെ വൈദികനെ കാണുന്നത് ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ്. ഒരു വൈദികന്റെ ജീവിതത്തിൽ ആ ഫ്രെയിം വർക്കിന് ചേരാത്ത പ്രവർത്തികൾ വരുമ്പോൾ ജനം വിമർശിക്കാൻ തുടങ്ങും. അത് സ്വാഭാവികമാണ്. എന്ന് പറയുന്നത് പോലെ ഒരപ്പൻ കുഞ്ഞുങ്ങൾ അപ്പനെ നോക്കുമ്പോൾ അപ്പൻ എന്ന ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അപ്പനെ കാണുന്നത്. കാരണം എന്താ? കൂട്ടുകാരികളുടെ മാതാപിതാക്കളുമായിട്ട് ഇവർ താരതമ്യം ചെയ്യും. ഈ കൊച്ചു പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയുടെ അപ്പൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരിയെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, സിനിമയ്ക്ക് പല പരിപാടിക്കും കൊണ്ടുപോകുന്നുണ്ടല്ലോ, എൻ്റെ അപ്പൻ മാത്രം വീട്ടിൽ സ്വസ്ഥത തരുന്നില്ലല്ലോ. ഈ അപ്പൻ്റേതായ ഒരു ഫ്രെയിം വർക്ക് എന്നും കിടപ്പുണ്ട്. ഈ ഫ്രെയിം വർക്ക് നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ ഫ്രെയിം വർക്കിൻ്റെ ഒരു എക്സ്പ്രഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുഞ്ഞിന് അപ്പനായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഈ സ്നേഹത്തിൻ്റെ ഒരപ്പൻ എന്ന നിലയിലുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളില്ല. കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ചിന്തിക്കരുത്. പ്രകടനങ്ങൾ വേണം, സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അമ്മയാണെങ്കിൽ അമ്മ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം അല്ലേ? ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് വരാറുള്ളടത്ത് ഈ കുടുംബ പ്രശ്നങ്ങളായിട്ട് വരാറുള്ളത് ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ജീവിത പങ്കാളിയെ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്ക്. അതൊരു എക്സ്പ്രഷനാണ്. സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ബാഹ്യമായ എക്സ്പ്രഷന് ഭയങ്കര പ്രാധാന്യമാണ്. എന്നതാ? ആ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നത് ബാഹ്യമായ പ്രവർത്തികളിലൂടെയാണ്. ഈശോ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാ. ഈശോ ഇങ്ങനെ എല്ലായ്പ്പോഴും പറയാം, ഞാൻ നല്ല ഇടയനാ. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും എന്നൊക്കെ ഈശോ പറഞ്ഞ് അതൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിലോ? ഈശോ പറഞ്ഞത് ജീവിതം കൊണ്ട് പൂർത്തിയാക്കി കാണിച്ചു തന്നു. അവൻ നല്ല ഇടയനാണെന്ന് ജീവിതം കൊണ്ട് കാൽവരി മലയിൽ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു തന്നു. അതാണ് മനോഹാരിത. ഞാൻ അതൊക്കെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റു മതങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ പോലും വ്യത്യസ്തമാക്കുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ മതസ്ഥാപകൻ അല്ല, ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള സത്യം എങ്കിൽ പോലും ഒരു ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടാണ് ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് സ്വീകരിച്ചിട്ട്. ക്രിസ്തു മതമൊന്നും ഈശോ സ്ഥാപിച്ചതല്ല. എങ്കിൽ പോലും ഈശോ എഴുതി വച്ചത് മുഴുവനും പറഞ്ഞത് മുഴുവനും സ്വന്തം ജീവിതം കൊണ്ട് പൂർത്തിയാക്കി കടന്നുപോയവനാണ് ക്രിസ്തു. ജീവിച്ചിരുന്നപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്ക്, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. മരിച്ചതിൻ്റെ 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് കർത്താവ് പുറത്തു വന്നില്ലേ? ഇന്നും ചരിത്രത്തെ 2ആയിട്ട് വിഭജിച്ച കർത്താവ്, AD എന്നും BC എന്നും വിഭജിച്ച കർത്താവ് ഇന്നും ജെറുസലേമിൽ അവൻ്റെ കല്ലറ മാത്രം ശൂന്യമായി കിടക്കുന്നു. ബാക്കിയെല്ലാ മതസ്ഥാപകരുടെയും കല്ലറകൾക്കുള്ളിൽ അവരുടെ ശവശരീരങ്ങൾ ചീഞ്ഞളിഞ്ഞു. ക്രിസ്തുവിൻ്റെ ഒഴികെ എല്ലാം ചീഞ്ഞളിഞ്ഞതാ.
ഈശോ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വാഗ്ദാനമായ ഒരു പരിശുദ്ധാത്മാവിനെ തരും, നിത്യസഹായകൻ. ഈശോ പറഞ്ഞത് ഈശോ പൂർത്തിയാക്കിയില്ലേ? ഈശോ പറഞ്ഞത് മുഴുവനും ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയതാണ് ഈശോ. അതാണ് കർത്താവിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മനോഹാരിത. ഈശോയിൽ വിശ്വസിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം അത് തന്നെയാണ്. ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ഈശോ പറഞ്ഞിട്ട് ഈശോ കാണിച്ചു തന്നു. അതുകൊണ്ട് അവൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ പ്രവൃത്തി നമ്മളിൽ പൂർത്തിയാകും. ഈ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ചു ഉയർത്തും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭക്ഷിക്കാനും എനിക്ക് പാനം ചെയ്യാനും വേണ്ടി അവൻ്റെ ശരീരത്തെയും അവൻ്റെ രക്തത്തെയും അവൻ നമുക്കായി തരുന്നത് ഈ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈശോ പറഞ്ഞതുപോലെ അതിന് എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ, അത് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നതിലായിക്കൊള്ളട്ടെ, മക്കളെ സ്നേഹിക്കുന്നതായിക്കൊള്ളട്ടെ, ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിക്കൊള്ളട്ടെ, ഇതിലൊക്കെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനങ്ങൾ കൂടി നമ്മൾ ചെയ്യണം, എക്സ്പ്രഷൻസ് കൂടി ഉണ്ടാകണം. അത് നിർബന്ധം മൂലം ആകരുത്. ചിലപ്പോൾ ഇന്നത്തെ കുട്ടികളെയൊക്കെ നമ്മൾ നിർബന്ധിച്ചാൽ പള്ളി വിടുന്നത്, നിർബന്ധിക്കണം ഭയങ്കരമായിട്ട്. എടാ എഴുന്നേറ്റ് പള്ളിയിൽ പോടാ, മമ്മി ഭയങ്കര തണുപ്പാ, എഴുന്നേക്കടാ, 6:30 കുർബാന, 6 മണി മുതലേ വിളിക്കാൻ തുടങ്ങും, 6:30 ആയാലും എഴുന്നേക്കാൻ. അവസാനം അവൻ പറയും 7 മണിയാകുമ്പോൾ തല പൊക്കിയിട്ട് പറയും, ഞാൻ വൈകിട്ട് പൊക്കോളാം. സ്നേഹം നമ്മളെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളിലേക്ക് നിർബന്ധിക്കും. എന്നാൽ സ്നേഹമില്ലാത്തിടത്ത് അതിൻ്റെ പ്രകടനങ്ങളില്ലാതെ പോകും. അത് നിർബന്ധിക്കേണ്ടി വരും. സ്നേഹമില്ലാത്തിടത്ത് സ്നേഹത്തിൻ്റെ അതിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രകടനങ്ങളെ നിർബന്ധിക്കേണ്ടതായിട്ട് വരും. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് പ്രവർത്തികൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരും, നിർബന്ധിക്കേണ്ട കാര്യമില്ല, തനിയെ വന്നോളും. അല്ലേ? എനിക്ക് ആരെങ്കിലും സ്നേഹമുണ്ട്, നമ്മളൊന്ന് ആലോചിച്ചു. എനിക്കറിയാം, വിദേശത്തു നിന്നൊക്കെ നാട്ടിലേക്ക് ചിലരൊക്കെ വരുമ്പോൾ, സ്വന്തം ബന്ധുക്കളൊക്കെ വരുമ്പോൾ ചെയ്യുന്നതിനാ, എയർപോർട്ടിൽ വെച്ച് കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് എത്രയോ പേര് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നുണ്ടല്ലോ. അതെന്താ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഒന്നുമല്ല. ആ സ്നേഹത്തിൽ അതിൽ തന്നെ സ്പോണ്ടേനിയസാണ്, പ്രകടനങ്ങൾ സ്പോണ്ടേനിയസാണ്. എൻ്റെ കുഞ്ഞ്, എനിക്ക് സ്നേഹം അങ്ങോട്ട് പ്രസരിക്കാൻ തുടങ്ങും, ഞാൻ കുഞ്ഞിനെ ചേർത്ത് പിടിക്കും, കെട്ടിപ്പിടിക്കും, ചുംബിക്കും. അതൊക്കെ അതിൽ തന്നെ ഉള്ളതാണ്. കുഞ്ഞ് പറഞ്ഞിട്ടാണോ? കുഞ്ഞ് അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ അപ്പനെ ഒന്ന് ചുംബിച്ച് ഞാൻ നോക്കട്ടെ, സ്നേഹിക്കുന്നുണ്ട് പറയുന്നുണ്ട്? ഇല്ല. അതൊക്കെ സ്പോണ്ടേനിയസ്. എന്നാൽ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് വരാത്തിടത്ത് നിർബന്ധപൂർവം ചില സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ കാണിക്കുന്നിടത്ത് യഥാർത്ഥ സ്നേഹമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ തുടർന്ന് വരുന്ന വചനത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, 10-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയ അല്ലെങ്കിൽ സ്വമനസ സമർപ്പിക്കുകയാണ്. കണ്ടോ? ഈശോ നിർബന്ധപൂർവ്വം അല്ല കുരിശെടുത്ത്, ഈശോ സ്വമനസാൽ എടുക്കുകയാണ് ചെയ്തത്. കണ്ടോ? അതാണ് നമ്മൾ. അപ്പോൾ ഈ സ്വമനസാൽ എടുക്കുന്നിടത്ത് അവിടെ യഥാർത്ഥ സ്നേഹമുണ്ട്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടി നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ലാളനങ്ങളിൽ, നമ്മുടെ തലോടലുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ആ സ്നേഹം നിഴലിക്കട്ടെ. ഈശോ താൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലികടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പറഞ്ഞിട്ട് നമുക്കായി, എനിക്കും നിനക്കുമായി ഈശോ സ്വന്തം ജീവനെ തന്നിട്ട് അവൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ലേ, പ്രകടിപ്പിച്ചില്ലേ? ഇതുപോലെ പറയുന്നത് പ്രകടിപ്പിക്കുവാൻ, ജീവിതം കൊണ്ട് പൂർത്തിയാക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഈ വരുന്ന ആരാധന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമായി മാറട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ തലമുറകളിലേക്കുള്ള ബന്ധങ്ങളിലൊക്കെ ഈ സ്നേഹത്തിൻ്റെ പരിപോഷിപ്പിക്കൽ കടന്നു വരാൻ ഈ ഒരു ആത്മീയ രഹസ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നുറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ, ദിവ്യ
കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്ന, കൂടെ നിൽക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ദിവ്യകാരുണ്യത്തിൽ നല്ല ഇടയനായ കർത്താവ് ഈശോ ഇതാ നിന്നെ നോക്കി പറയുന്നു, മോനെ ഞാൻ നല്ല ഇടയനാ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകുന്നു. ഈ സത്യം നിന്റെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത്, നല്ല ഇടയനായ ഈശോ എന്നെയും നിന്നെയും സ്നേഹിച്ചതുകൊണ്ട് അവൻ ജീവൻ ബലിയായി നൽകി നമ്മളെ സ്വന്തമാക്കി. ഈശോ പറയുകയല്ല ചെയ്തേ, നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ് കടന്നു പോവുകയല്ല ഈശോ ചെയ്തേ. ഈശോ പറഞ്ഞത് തൻ്റെ ജീവിതം കൊണ്ട് ഈശോ കാണിച്ചു തന്നില്ലേ? ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നവനാണെന്ന് ഈശോ പറഞ്ഞിട്ട് തൻ്റെ ജീവിതം ബലിയായി എനിക്ക് നിനക്ക് നൽകിക്കൊണ്ട് നല്ല ഇടയനാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഇതാ നല്ല ഇടയനായ ഈശോ യൽത്താരയിൽ നിന്നെ കാണുന്നു. നിന്റെ മുഖത്ത് നോക്കി ഈശോ പറയുന്നു, മോനെ നിനക്ക് വേണ്ടിയിട്ട കാൽവരിയിൽ ഞാൻ ബലിയായി തീർന്നത്. നിനക്ക് വേണ്ടിയിട്ട ഞാൻ കാൽവരി കുരിശും എടുത്ത് കാൽവരി മലയിലേക്ക് കയറിയത്. നിനക്ക് വേണ്ടിയിട്ട ഞാൻ പാടുപീടകൾ സഹിച്ചത്. നിനക്ക് വേണ്ടിയിട്ട ഞാൻ ഒറ്റപ്പെട്ടത്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തിരസ്കരിക്കപ്പെട്ടത്. എല്ലാം ഈശോ ഇതാ നിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക. മോനെ ഒന്ന് ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ ആ സ്നേഹം, ആ നല്ല ഇടയൻ്റെ സ്നേഹം ഈശോ പറഞ്ഞതുപോലെ ഈശോ തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ സ്നേഹിച്ച് കാണിച്ചില്ലേ? നമുക്കൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് കാൽവരിയിൽ വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞ് ഈശോ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ ജീവിതത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് കാണിക്കാൻ, ഒരു ആത്മീയതയുടെ കാപഢ്യത്തിൻ്റെ മുഖം ധരിക്കാതെ ഞങ്ങളുടെ പ്രവൃത്തികളിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച്. ഇതാ ഈശോ നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞതുപോലെ പ്രവർത്തിച്ച കർത്താവിൻ്റെ സാന്നിധ്യം, പറഞ്ഞത് മുഴുവനും പൂർത്തിയാക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം, പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്ത തമ്പുരാൻ ഇത് അൾത്താരയിൽ നിന്ന് നിന്നെ കാണുന്ന സമയമാണ്. നീ കർത്താവിന് കൊടുക്ക്. നിൻ്റെ ആത്മീയ കാപഢ്യത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. നിൻ്റെ മനസ്സിൻ്റെ കാപഢ്യങ്ങൾ അഴിയട്ടെ. നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ കാട്ടിക്കൂട്ടുന്ന ആത്മീയ അലങ്കോലങ്ങൾക്കപ്പുറം ആത്മാവിൽ കൃപയുള്ളവളായി ജീവിക്കുവാൻ, പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാനുള്ള ഒരഭിഷേകം നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ നീ ഒന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച്. ഇതാ ഈശോ നിന്നെ സഹായിക്കുന്ന സമയം. ഈശോ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് ഇതാ സ്വർഗത്തിൻ്റെ നീർച്ചാല്, നിൻ്റെ ജീവജലത്തിൻ്റെ അരുവി നിന്നിലേക്ക് ഒഴുക്കുന്ന സമയം. വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പിന്നെ സ്നേഹത്തിൻ്റെ, ശക്തിയുടെ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവ് നിന്നിലേക്ക് ഒഴുകും. ഒന്ന് വിശ്വസിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്നിട്ട് ഇതാ കർത്താവിൻ്റെ ജീവജലം നിന്നിലേക്ക് ഒഴുകുന്നു. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം നിൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. ഇത് സ്നേഹത്തിൻ്റെ അരുവിയാണ്. ഇത് ശക്തിയുടെ അരുവിയാണ്. ഇത് ആത്മസംയമനത്തിൻ്റെ അരുവിയാണ്. ഇത് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിന്നെ ഒരുക്കുന്ന അരുവിയാണ് നിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. വിശ്വസിച്ച് ഏറ്റെടുത്ത് എല്ലാവരും ഒന്ന് കരങ്ങൾ രണ്ട് തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി അങ്ങയെ സ്തുതിക്കുന്ന, അങ്ങയെ ആരാധിക്കുന്ന ഈ മക്കളിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവാകുന്ന അരുവി, ജീവജലത്തിൻ്റെ അരുവി ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. സ്നേഹിക്കുവാനുള്ള കൃപ വ്യാപരിക്കട്ടെ. പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അഭിഷേകം ഉണ്ടാകട്ടെ. കാപഢ്യത്തിൻ്റെ മുഖംമൂടി കർത്താവ് എടുത്തു മാറ്റണമേ. ആത്മീയ കാപഢ്യങ്ങൾ അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ രണ്ടും മറുപടി ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കേ. നിൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയുന്നവനാണ് ഈ തമ്പുരാൻ. ഹൃദയം പരിശോധിക്കുന്നവനാണ് ഈശോ. എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് എന്നിട്ട് പറ, ഈശോയെ എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കണമേ. മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ഒരു മാംസളമായ ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ.
ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയം മരവിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയം മന്ദീഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയം അതുപോലെ കറപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയോടുത്ത് പറ, ഈശോയെ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, പൂർണ്ണമായി അങ്ങയുടേതാക്കി മാറ്റണമേ. പറയുന്നത് പോലെ ജീവിക്കാൻ, സ്നേഹിക്കുന്നത് പോലെ ജീവിതം കൊണ്ട് സ്നേഹം വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. നല്ല ഇടയനായ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയൂ